വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ഗുജറാത്ത്, സി. രാജസ്ഥാൻ, ഡി. മഹാരാഷ്ട്ര. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം സി. രാജസ്ഥാൻ. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? എ. ബീഗം ഹസ്രത്ത് മഹൽ, ബി. റാണി ലക്ഷ്മി ബായ്, സി. നാനാ സാഹിബ്, ഡി. താന്തിയ തോപ്പി. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ഉത്തരം എ. ബീഗം ഹസ്രത്ത് മഹൽ. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? എ. ഏപ്രിൽ 23, ബി. ഫെബ്രുവരി 19, സി. ഏപ്രിൽ 24, ഡി. ഫെബ്രുവരി 18. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19-നാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എ. പശ്ചിമ ബംഗാൾ, ബി. ഗുജറാത്ത്, സി. മഹാരാഷ്ട്ര, ഡി. കർണാടക. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ. പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. കാനഡ, സി. ശ്രീലങ്ക, ഡി. ചൈന. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏത്? ഉത്തരം ബി. കാനഡ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ്. താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? എ. സ്ഥിരതയോടുകൂടിയ വളർച്ച, ബി. സുസ്ഥിര വികസനം, സി. ആധുനികവൽക്കരണം, ഡി. മാനവശേഷി വികസനം. താഴെ പറയുന്നതിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഉത്തരം ബി. സുസ്ഥിര വികസനം. താഴെ പറയുന്നതിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഉത്തരം ബി. സുസ്ഥിര വികസനം. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? എ. അമേരിക്ക, ബി. ബ്രസീൽ, സി. ജപ്പാൻ, ഡി. ഇന്ത്യ. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? ഉത്തരം ബി. ബ്രസീൽ. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? എ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, ബി. രാജ കേശവദാസൻ, സി. പാലിയത്ത് കോന്നി അച്ഛൻ, ഡി. ഇവരാരുമല്ല. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ബി. രാജ കേശവദാസൻ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? എ. ഓസോൺ, ബി. മീഥേൻ, സി. കാർബൺ ഡയോക്സൈഡ്, ഡി. നൈട്രജൻ. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹപ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഉത്തരം ഡി. നൈട്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏത്? എ. കൊൽക്കത്ത, ബി. മഹാരാഷ്ട്ര, സി. കേരളം, ഡി. ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏത്?
ഉത്തരം എ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരം കൊൽക്കത്തയാണ്. ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് ആര്? എ പ്രധാനമന്ത്രി, ബി ഗവർണർ, സി ആഭ്യന്തരമന്ത്രി, ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം എ പ്രധാനമന്ത്രി. ക്യാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? എ പ്രാചീന ശിലായുഗം, ബി നവീന ശിലായുഗം, സി മധ്യശിലായുഗം, ഡി ഇവയൊന്നുമല്ല. ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? ഉത്തരം ബി നവീന ശിലായുഗം. ഏത് ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്? നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ തീയുടെ ഉപയോഗം കണ്ടെത്തിയത്. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? എ സഹോദരൻ അയ്യപ്പൻ, ബി കുമാരനാശാൻ, സി സ്വാമി വിവേകാനന്ദൻ, ഡി വി.ടി. ഭട്ടതിരിപ്പാട്. അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം സി സ്വാമി വിവേകാനന്ദൻ. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏത്? എ ചെമ്പ്, ബി വെങ്കലം, സി ഇരുമ്പ്, ഡി അലുമിനിയം. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഏത്? ഉത്തരം സി ഇരുമ്പ്. സിന്ധു നദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന ലോഹം ഇരുമ്പാണ്. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? എ സംസ്കൃതം, ബി തമിഴ്, സി അറബി, ഡി തെലുങ്ക്. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? ഉത്തരം എ സംസ്കൃതം. ഭാരതത്തിലെ ഏതു ഭാഷയാണ് ക്ലാസിക് ഭാഷയ്ക്ക് ഉത്തമ നിദർശനമായി പരിഗണിക്കപ്പെടുന്നത്? സംസ്കൃതം. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? എ ഗംഗ, ബി ഭാരത്, സി മൈത്രി, ഡി ഇവയൊന്നുമല്ല. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? ഉത്തരം സി മൈത്രി. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? എ ചൈന, ബി ജപ്പാൻ, സി ഇന്ത്യ, ഡി നൈജീരിയ. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ഉത്തരം എ ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ്? ചൈനയിലാണ്. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെ ആണ് ബാധിക്കുന്നത്? എ കണ്ണ്, ബി ഹൃദയം, സി ശ്വാസകോശം, ഡി കരൾ. ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഡി കരൾ. ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏത്? എ വൃക്ക, ബി കരൾ, സി ഹൃദയം, ഡി കോർണിയ. ഉത്തരം എ വൃക്ക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏത്? എ ഇന്ത്യ, ബി കാനഡ, സി ശ്രീലങ്ക, ഡി ചൈന. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏത്? ഉത്തരം ബി കാനഡ. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ്. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ
നയിച്ചത് ആരാണ്? എ. ബീഗം ഹസ്രത്ത് മഹൽ, ബി. റാണി ലക്ഷ്മി ബായ്, സി. നാനാ സാഹിബ്, ഡി. താന്തിയ തോപ്പി. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ഉത്തരം എ. ബീഗം ഹസ്രത്ത് മഹൽ. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? എ. ഏപ്രിൽ 23, ബി. ഫെബ്രുവരി 19, സി. ഏപ്രിൽ 24, ഡി. ഫെബ്രുവരി 18. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19-നാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എ. പശ്ചിമ ബംഗാൾ, ബി. ഗുജറാത്ത്, സി. മഹാരാഷ്ട്ര, ഡി. കർണാടക. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എ. പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? എ. കേരളം, ബി. ഗുജറാത്ത്, സി. രാജസ്ഥാൻ, ഡി. മഹാരാഷ്ട്ര. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം സി. രാജസ്ഥാൻ. വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്.